ഒരു മാസത്തെ ഇടവേളകളിലെത്തുന്ന രണ്ട് ലാലേട്ടൻ ചിത്രങ്ങൾ 2025-ൽ സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ഫാക്ടറുകൾ ഒന്നായിരുന്നു ഇത്. ആദ്യമെത്തിയത് ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം കുറിച്ച് എമ്പുരാൻ, തൊട്ടു പിന്നാലെ തുടരുമെന്ന ചിത്രം. ഈ രണ്ട് ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ വിജയം തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടരുമെന്ന ചിത്രം അനൗൺസ്മെന്റ് വേളയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തരുൺ മൂർത്തിയുടെ മൂന്നാമത്തെ ചിത്രം എന്നുള്ളതാണ്. ഓപ്പറേഷൻ ചാവ, സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് നേടിയ അപ്രിസിയേഷനുകൾക്ക് ശേഷം മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും തരുൺ മൂർത്തി പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന എക്സൈറ്റ്മെന്റ് ആണ് അനൗൺസ്മെന്റ് മുതൽ ആരാധകർക്ക് ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ശോഭന മോഹൻലാൽ കോമ്പിനേഷനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒരുപാട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിലെ ഹിറ്റ് കോംബോ വീണ്ടും സ്ക്രീനിൽ ഒന്നിക്കുന്നത്, അതും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട്. അതും മലയാളികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഫാക്ടർ തരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊരു കാര്യം, സ്ക്രീനിനകത്തും സ്ക്രീനിന് പുറത്തും ഉള്ള സൂപ്പർ താരങ്ങളാണ്. ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ പോളിഷ്ഡ് ആക്കുന്നത് അതിലെ ക്രൂസും അഭിനയിച്ച മറ്റുള്ളവരും തന്നെയാണ്. തുടരുമെന്ന ചിത്രം കണ്ടിറങ്ങിയ ആർക്കും സിനിമയുടെ ടെക്നിക്കൽ സ്റ്റാർസിനെയും സ്ക്രീനിൽ അഭിനയിച്ച സ്റ്റാർസിനെയും മറക്കാനിടയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതിനെല്ലാം മാറി നിൽക്കുന്ന ലാലേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ചാണ്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായി എന്നൊക്കെ മോഹൻലാൽ എത്തിയോ അന്നൊക്കെ ബോക്സ് ഓഫീസിലടക്കം വലിയ ചരിത്രം കുറിച്ച ഒരു സംഭവങ്ങൾ പറയാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സാധാരണക്കാരനിൽ സാധാരണക്കാരനായി മോഹൻലാൽ എത്തുന്നു എന്ന പ്രത്യേകതയാണ്. എന്നൊക്കെ അത്തരത്തിലൊരു കഥാപാത്രമായി വന്നിട്ടുണ്ടോ അന്നൊക്കെ ബോക്സ് ഓഫീസിലടക്കം ചരിത്ര വിജയം കുറിച്ച ഒരു സംഭവങ്ങൾ ലാലേട്ടന് പറയാനുണ്ടാകും. ലാലേട്ടൻ ആരാധകർക്ക് ആഘോഷിക്കുന്ന വകയും അത്തരം കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. നടൻ എന്ന രീതിയിലും താരം എന്ന നിലയിലും വലിയ രീതിയിലുള്ള ചരിത്ര വിജയങ്ങൾ അപ്പോഴൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. തുടരുമെന്ന ചിത്രവും നീങ്ങുന്നത് അത്തരമൊരു ചരിത്ര വിജയത്തിലേക്ക് തന്നെയാണ്. ഇതിലെ ബെൻസ് ഷൺമുഖം എന്ന കഥാപാത്രത്തെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങേണ്ടി വരും. സിനിമയിലുടനീളം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് നൊസ്റ്റാൾജിക് ലാലേട്ടൻ മൂമെന്റ്സ് നമുക്ക് സമ്മാനിച്ചു. പ്രത്യേകിച്ച് സിനിമയിലേക്ക് നമ്മൾ ഇൻഡാവുന്ന ആ ടൈറ്റിൽ കാർഡ് തന്നെ, ഒരുപാട് ലാലേട്ടൻ്റെ പഴയ മൂമെന്റ്സ്, ഇവരൊന്നിച്ചുള്ള ചിത്രങ്ങൾ, സിനിമയിലെ ചില സർപ്രൈസ് എലമെൻസുകൾ, ഇതെല്ലാം പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ടൈറ്റിൽ ആരംഭിക്കുന്നത്. അവിടെ തന്നെ ഒരു ലാലേട്ടൻ ഒരു സിനിമ ആരാധകന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതായിരുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സെൽഫ് ട്രോൾ പരിപാടികളും ചെറിയ ചെറിയ പഴയ സിനിമയുടെ റെഫറൻസും ഒക്കെ ചിത്രത്തിൽ സമ്മാനിച്ചത് ഭയങ്കര ഹൈ മൂമെൻറ്റ്സ് തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടുവരുന്ന പല ആളുകളെയും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ, നമ്മുടെ വീട്ടിലെ പയ്യൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അനിയത്തി, ഇത്ര ഫാക്ടറുകളോടൊക്കെ തുടരുമെന്ന ചിത്രം റിലേറ്റബിൾ ആക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ് മറ്റൊരു തരത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്ലിക്സ് പോയിന്റ്. ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല, ഇതൊരു ഫാമിലി ഡ്രാമയാണ് എന്ന് തന്നെയാണ് സംവിധായകനും കോ ഡയറക്ടറിനും പറയാനുണ്ടായിരുന്നത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഫാമിലി ഡ്രാമ തന്നെയാണ്. ഒരുപാട് സർപ്രൈസ് എലമെൻസ് ഉള്ള ഒരു ഫാമിലി ഡ്രാമ. ചിത്രം അവസാനിക്കുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മോഹൻലാൽ തുടരും. കഴിഞ്ഞൊരു കുറച്ച് വർഷത്തെ കാലയളവിൽ തൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ പേരിലും ഒരു പക്ഷെ തൻ്റെ അഭിനയത്തിൻ്റെ പേരിലും ഏറ്റവും കൂടുതൽ ആളുകളുടെ പഴി കേട്ട ഒരാൾ മോഹൻലാലാണ്. അതിൽ നിന്നൊക്കെ വലിയ തിരിച്ചുവരവ് ശരിക്കും തുടരുമെന്ന ചിത്രത്തിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിലെ നടനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു മറുപടിയാണ് തരുൺ മൂർത്തി നൽകിയതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു ഫാൻ ബോയ് സംഭവം തന്നെയാണ് തുടരുമെന്ന ചിത്രം. ഇനിയും കാണാത്തവർ തിയേറ്ററിൽ മിസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ലാലേട്ടൻ മൂവ്മെൻറ്റ്സുകൾക്കപ്പുറം ഒരു മികച്ച സിനിമ അനുഭവം കൂടിയാണ്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒരു പക്ഷേ ടിക്കറ്റ് കിട്ടാൻ പാടാണെങ്കിൽ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് നോക്കുക, ചിലപ്പോൾ കിട്ടിയേക്കാം.